എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അശ്വമേധം എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 4. രക്ഷകൻ. കൊച്ചി നഗരത്തിലെ ഒരു ആഡംബര ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ മിന്നിത്തിളങ്ങുന്ന നഗര വെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മാളവിക. അവളുടെ ഉള്ളിൽ അർജുൻ പറഞ്ഞ വാക്കുകൾ ഒരു കൊടുങ്കാറ്റായി അടിക്കുന്നുണ്ടായിരുന്നു. രാജ്യദ്രോഹി എന്ന മുദ്ര ചാർത്തപ്പെട്ട ഒരു കമാൻഡോ, പക്ഷേ തന്റെ ജീവനായി പൊരുതുന്ന ഒരു കാമുകൻ. ആരെ വിശ്വസിക്കണം? അർജുൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കൈകളിൽ 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു. അവൻ അത് മാളവികയ്ക്ക് നീട്ടി. മാളവിക, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ആ പത്രവാർത്ത കണ്ടപ്പോൾ ആരും സംശയിച്ചു പോകും. പക്ഷേ എന്നെ കുടുക്കിയത് ഈ വ്യവസ്ഥിതിയാണ്. രാഹുൽ ശർമ്മയുടെ സ്വാധീനം ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങൾ വരെ നീളുന്നുണ്ട്. മാളവിക അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ തീക്ഷ്ണതയിൽ കള്ളമില്ലെന്ന് അവൾക്ക് തോന്നി. അർജുൻ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ നാളെ നമ്മൾ ഒരു ബിസിനസ് മീറ്റിംഗിനായി വാഗമണ്ണിലേക്ക് പോകണം. രാഹുൽ ശർമ്മയുടെ ബിനാമിയായ ഖാൻ അവിടെ വരുന്നുണ്ട്. അതൊരു കെണിയാണോ? അർജുൻ ഒരു നിഗൂഢ പുഞ്ചിരിയോടെ പറഞ്ഞു. അതൊരു കെണിയാണ് മാളവിക. പക്ഷെ ആ കെണിയിൽ നമ്മൾ വീഴുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രാഹുൽ ശർമ്മയുടെ അടുത്തേക്ക് എത്താൻ കഴിയൂ. പിറ്റേന്ന് പുലർച്ചെ അവർ വാഗമണ്ണിലേക്ക് തിരിച്ചു. മഞ്ഞു മൂടിയ മലനിരകളിലൂടെ അർജുന്റെ കറുത്ത SUV പാഞ്ഞു. മാളവിക അർജുന്റെ തോളിൽ തല ചായ്ച്ചു കിടന്നു. അർജുൻ, ഈ പകയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാമോ? ഈ ചോരയും ചതിയുമില്ലാത്ത ഒരിടത്തേക്ക്. അർജുൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. തീർച്ചയായും മാളവിക, ഈ അശ്വമേധം അവസാനിക്കുന്നത് നമ്മുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരിക്കും. വാഗമണ്ണിലെ ഒരു ഒറ്റപ്പെട്ട റിസോർട്ടിലായിരുന്നു മീറ്റിംഗ്. അവിടെ എത്തിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ എന്തോ ഒരു പന്തികേട് അർജുൻ മണത്തു. ചുറ്റും നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണുകളിൽ ഒരു കൊലയാളി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഖാൻ എന്ന ബിസിനസ്സുകാരൻ അവരെ സ്വീകരിച്ചു. വരൂ മാളവിക മാഡം, മേജർ അർജുൻ. നിങ്ങളെ കാണാൻ രാഹുൽ ഭായ് കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് റിസോർട്ടിലെ എല്ലാ വാതിലുകളും അടഞ്ഞു. ഹാളിന്റെ മുകളിൽ നിന്ന് സായുധരായ കമാൻഡോകൾ കയർ വഴി താഴേക്കിറങ്ങി. അവർ അർജുനെയും മാളവികയെയും വളഞ്ഞു. അർജുൻ, നീ വിചാരിച്ചതിലും ബുദ്ധിമാനാണ് രാഹുൽ ശർമ്മ. ഖാൻ പരിഹസിച്ചു ചിരിച്ചു. അർജുൻ മാളവികയെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. അവന്റെ കയ്യിൽ ഒരു ചെറിയ റിമോട്ട് ഉണ്ടായിരുന്നു. കെണിയിൽ വീണത് ഞാനല്ല ഖാൻ, നീയാണ്. അർജുൻ റിമോട്ട് അമർത്തിയതും റിസോർട്ടിന്റെ പുറകുവശത്ത് ഒരു വലിയ സ്ഫോടനം നടന്നു. ആ പുകപടലങ്ങൾക്കിടയിലൂടെ അർജുൻ തന്റെ 2 കൈകളിലും തോക്കുകളുമായി ഗർജിക്കാൻ തുടങ്ങി. അതൊരു മാസ് ഫൈറ്റായിരുന്നു. അർജുന്റെ ഓരോ വെടിയുണ്ടയും ശത്രുക്കളുടെ തല ലക്ഷ്യമാക്കി പാഞ്ഞു. മാളവിക, കാറിലേക്ക് ഓടിക്കോ, അർജുൻ അലറി. മാളവിക പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി. പക്ഷേ അവിടെ ടൈഗർ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ മാളവികയെ കടന്നു പിടിച്ചു. മാളവിക തന്റെ ബാഗിൽ നിന്ന് അർജുൻ നൽകിയ കത്തിയെടുത്തു. അവന്റെ തുടയിൽ ആഞ്ഞു തറച്ചു. അപ്പോഴേക്കും അർജുൻ അവിടെ എത്തി. അവൻ ടൈഗറിനെ അടിച്ച് നിലംപരിശാക്കി. പക്ഷെ ദൂരെ നിന്ന് ഒരു വെടിയൊച്ച കേട്ടു. അർജുന്റെ തോളിൽ വെടിയേറ്റു. അവൻ മാളവികയെയും കൂട്ടി കാറിൽ കയറി മിന്നൽ വേഗത്തിൽ മലയിറങ്ങി. അർജുൻ, നിനക്ക് വെടിയേറ്റു. മാളവിക നിലവിളിച്ചു. സാരമില്ല മാളവിക, നമ്മൾ അവരെ കളിപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ ശർമ്മയുടെ ലൊക്കേഷൻ ഇപ്പോൾ എന്റെ ട്രാക്കറിലുണ്ട്. അർജുൻ ചോരയൊലിക്കുന്ന തോളുമായി വണ്ടി ഓടിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ വാഗമണ്ണിലെ മഞ്ഞിനിടയിലൂടെ അവർ രക്ഷപ്പെടുമ്പോൾ രാഹുൽ ശർമ്മയുടെ ഫോൺ ശബ്ദിച്ചു. ബോസ്, അവർ രക്ഷപ്പെട്ടു. പക്ഷേ അർജുന്റെ തോളിൽ ഞാൻ വെടിവെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് രാഹുൽ ശർമ്മയുടെ ക്രൂരമായ ചിരി കേട്ടു. അവൻ വരട്ടെ. എന്റെ കൊട്ടാരത്തിൽ അവനുള്ള ശവക്കുഴി ഞാൻ നേരത്തെ വെട്ടിയിട്ടുണ്ട്. വാഗമണ്ണിലെ മഞ്ഞുമൂടിയ കൊടുംവളവുകളിലൂടെ അർജുന്റെ SUV ഒരു കറുത്ത മിന്നൽ പോലെ പാഞ്ഞു. പുറത്ത് ആകാശം പൊട്ടിപ്പിളരുന്നത് പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓരോ മിന്നൽ പിണറിലും ആ കാട്ടുപാതയുടെ ഭീകരത തെളിഞ്ഞു കണ്ടു. കാറിനുള്ളിൽ മരണത്തിന്റെ തണുത്ത നിശബ്ദത പടർന്നിരുന്നു. സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന അർജുന്റെ ഇടത് തോളിൽ നിന്ന് രക്തം വാർന്നൊഴുകി. അവന്റെ കറുത്ത ഷർട്ടും സീറ്റും നനഞ്ഞു കുതിർന്നിരുന്നു. ഓരോ തവണ ഗിയർ മാറ്റുമ്പോഴും വേദന കൊണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. എങ്കിലും കണ്ണുകളിലെ ആ തീക്ഷ്ണതയ്ക്ക് തെല്ലും കുറവില്ലായിരുന്നു. അർജുൻ, വണ്ടി നിർത്തു പ്ലീസ്. നിനക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്നു, മാളവിക വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അവളുടെ സാരിയുടെ ഒരറ്റം അവൾ നേരത്തെ തന്നെ കീറി അവന്റെ മുറിവിൽ മുറുക്കി കെട്ടിയിരുന്നു. എന്നിട്ടും രക്തം നിലയ്ക്കുന്നില്ല. അവളുടെ കൈകൾ അവന്റെ ചൂടുള്ള ചോരയിൽ കുതിർന്നിരുന്നു. അർജുൻ പല്ലു കടിച്ചു പിടിച്ചു. ഇപ്പോൾ വണ്ടി നിർത്തിയാൽ നമ്മൾ 2 പേരും കൊല്ലപ്പെടും മാളവിക. രാഹുൽ ശർമ്മയുടെ ആളുകൾ നമ്മുടെ തൊട്ടുപിന്നിലുണ്ട്. അവർക്ക് വേണ്ടത് നിന്നെയാണ്. എന്റെ ശ്വാസം നിൽക്കുന്നതുവരെ അത് നടക്കില്ല. പുറകിൽ നിന്ന് വെടിയൊച്ചകൾ മുഴങ്ങി. ശത്രുക്കളുടെ വാഹനങ്ങൾ അടുത്തുവരുന്നു. അർജുൻ പെട്ടെന്ന് വണ്ടി ഒരു കാപ്പിത്തോട്ടത്തിനുള്ളിലെ വിജനമായ പഴയ ലേബർ ലയത്തിലേക്ക് വെട്ടിച്ചു കയറ്റി. അവിടെ വണ്ടി ഒളിപ്പിച്ച ശേഷം
അവൻ മാളവികയെയും കൂട്ടി കാടിനുള്ളിലെ ഒരു ഗുഹ ലക്ഷ്യമാക്കി നടന്നു. മഴയിൽ കുതിർന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര മാളവികയെ തളർത്തിയിരുന്നു. എങ്കിലും അർജുന്റെ കൈകളിലെ ബലം അവൾക്ക് കരുത്തേകി. പെട്ടെന്ന് പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടു. കാപ്പിത്തോട്ടത്തിലെ കരിയിലകൾ ചതയുന്ന ശബ്ദം. അർജുൻ പെട്ടെന്ന് ജാഗരൂകനായി. അവന്റെ ശരീരത്തിലെ വേദനകളെല്ലാം ആ നിമിഷം അപ്രത്യക്ഷമായി. അവൻ തന്റെ ബാഗിൽ നിന്നു അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സ്പെഷ്യൽ ഫോഴ്സ് നൈഫ് പുറത്തെടുത്തു. മാളവിക, നീ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കുക. ഞാൻ പറയുന്നതുവരെ പുറത്തേക്ക് വരരുത്. നിന്റെ രക്ഷകൻ ഇതാ വരുന്നു. അവൻ ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അർജുൻ ഗുഹയ്ക്ക് പുറത്തേക്ക് ഒരു നിഴൽ പോലെ നീങ്ങി. അവിടെ നടന്നത് ഒരു വൺ മാൻ ആർമി പോരാട്ടമായിരുന്നു. അർജുൻ എന്ന മേജർ ശേഖറിന്റെ യഥാർത്ഥ പോരാളി രൂപം അവിടെ അഴിഞ്ഞാടി. മഴയുടെ മറവിൽ അവൻ ഓരോ ശത്രുവിനെയും നിശബ്ദമായി കീഴടക്കി. മിന്നൽ പിണറുകൾ ആകാശത്ത് തെളിയുമ്പോൾ മാത്രം അവന്റെ കൈകളിലെ ലോഹം തിളങ്ങി. 10 പേർക്കെതിരെ അവൻ തനിച്ചു പോരാടി. അമിതമായ രക്തനഷ്ടം അവനെ തളർത്തുന്നുണ്ടായിരുന്നെങ്കിലും തന്റെ പിന്നിൽ വിറച്ചു നിൽക്കുന്ന മാളവികയെക്കുറിച്ചുള്ള ചിന്ത അവന് അമാനുഷികമായ കരുത്ത് നൽകി. അവസാനം ബാക്കിയായ ഗുണ്ടമാളവികയെ ലക്ഷ്യം വെച്ച് ഗുഹയിലേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ അർജുൻ അവന്റെ കഴുത്തിന് പിന്നിൽ പിടിച്ചു നിർത്തി. എന്റെ പ്രണയത്തെ തൊടാൻ വന്നവന് മരണമാണ് ശിക്ഷ എന്ന് മന്ത്രിച്ചുകൊണ്ട് അവൻ ശത്രുവിന്റെ അന്ത്യം കുറിച്ചു. പക്ഷെ ആ പോരാട്ടത്തിനൊടുവിൽ അർജുന്റെ ശരീരം തളർന്നു. അവൻ മുട്ടുകുത്തി ഗുഹയുടെ കവാടത്തിൽ വീണു. മാളവിക ഓടി വന്ന് അവനെ താങ്ങി. അവന്റെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. അർജുൻ, അർജുൻ, കണ്ണു തുറക്കൂ, അവൾ അലറി വിളിച്ചു. അവൾ അവനെ കഷ്ടപ്പെട്ട് ഗുഹയുടെ ഉൾഭാഗത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. അവിടെ പഴയ ചില മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടു. അവൾ ഒരു ചെറിയ തീ കൂട്ടി. അവന്റെ മുറിവ് പരിശോധിച്ച മാളവിക ഭയന്നുപോയി. വെടിയുണ്ട തോളിൽ തറഞ്ഞു തന്നെയിരിക്കുന്നു. അമിതമായ രക്തസ്രാവം അവനെ മരണത്തിലേക്ക് നയിക്കാം. അവൾ ധൈര്യം സംഭരിച്ചു. അർജുന്റെ ബാഗിലുണ്ടായിരുന്ന ചെറിയ മെഡിക്കൽ കിറ്റ് അവൾ എടുത്തു. തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവെച്ച് അവൾ അർജുന്റെ കത്തിത്തീയിൽ കാട്ടി അണുവിമുക്തമാക്കി. അർജുൻ, ഇത് വേദനിക്കും, പ്ലീസ് സഹിക്കണം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ബോധത്തിനും അബോധാവസ്ഥയ്ക്കും ഇടയിലിരുന്ന അർജുൻ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. മാളവിക വിറയ്ക്കുന്ന കൈകളോടെ ആ വെടിയുണ്ട പുറത്തെടുത്തു. വേദന കൊണ്ട് അർജുൻ ഒരു നിമിഷം പൊളഞ്ഞു. പിന്നീട് അബോധാവസ്ഥയിലേക്ക് വീണു. അവൾ മുറിവിൽ മരുന്ന് പുരട്ടി തുണി കൊണ്ട് മുറുക്കി കെട്ടി. രാത്രി മുഴുവൻ അവൾ അവനെ ചേർത്ത് പിടിച്ചു ഇരുന്നു. തന്റെ ശരീരത്തിലെ ചൂട് അവനിലേക്ക് പകരാൻ അവൾ ശ്രമിച്ചു. ഓരോ സെക്കൻഡിലും അവന്റെ ശ്വാസം നിലച്ചോ എന്ന് അവൾ പരിശോധിച്ചുകൊണ്ടിരുന്നു. എന്നെ തനിച്ചാക്കരുത് അർജുൻ, എനിക്ക് വേണ്ടി ജീവിക്കണം, അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ച് പ്രാർത്ഥിച്ചു. പുലർച്ചെ മഞ്ഞ് മാറി സൂര്യപ്രകാശം ഗുഹയ്ക്കുള്ളിലേക്ക് എത്തിയപ്പോൾ അർജുൻ പതിയെ കണ്ണു തുറന്നു. അവൻ മാളവികയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ഉറക്കമില്ലാതെ ചുവന്നിരിക്കുന്നു. അവൻ കണ്ണു തുറന്നത് കണ്ടതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. മാളവിക, നീ എന്നെ രക്ഷിച്ചു, അവൻ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകില്ലെന്ന് സത്യം ചെയ്യും, അവൾ പറഞ്ഞു. അർജുൻ അവൾക്കൊരു നേർത്ത പുഞ്ചിരി നൽകി. ഈ പോരാളിയുടെ ജീവൻ ഇപ്പോൾ നിന്റെ കയ്യിലാണ് മാളവിക. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അടുത്ത 3 ദിവസങ്ങൾ അവർ ആ രഹസ്യതാവളത്തിൽ കഴിഞ്ഞു. മാളവികയുടെ പരിചരണത്തിൽ അർജുൻ വേഗത്തിൽ സുഖം പ്രാപിച്ചു. അവന്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഉള്ളിലെ പ്രതികാരത്തിന്റെ മുറിവുകൾ കൂടുതൽ ആഴത്തിലായി. തങ്ങളെ വേട്ടയാടിയ രാഹുൽ ശർമ്മയ്ക്കുള്ള മറുപടി തയ്യാറാക്കി കഴിഞ്ഞു. അശ്വമേധത്തിന്റെ കുതിപ്പ് ഇപ്പോൾ കേരളത്തിന്റെ മലനിരകളിൽ നിന്ന് മുംബൈയിലെ അധോലോകത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്ക് നീങ്ങുകയാണ്. മാളവികയ്ക്ക് ഇപ്പോൾ ഒരു ഭയവുമില്ല. കാരണം അവളുടെ കൂടെയുള്ളത് വെറുമൊരു കാമുകനല്ല, തന്റെ ജീവൻ തിരിച്ചു നൽകിയ താൻ ജീവനായി കരുതുന്ന രക്ഷകനാണ്. വാഗമണ്ണിലെ മലനിരകളിൽ ശത്രുക്കളുടെ ചോര വീണു കഴിഞ്ഞു. അർജുനും മാളവികയും തമ്മിലുള്ള പ്രണയം മരണത്തെ പോലും തോൽപ്പിച്ചിരിക്കുന്നു. രാഹുൽ ശർമ്മയുടെ കൊട്ടാരം തകർക്കാൻ അവർ മുംബൈയിലേക്ക് തിരിക്കുകയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.